ഹലോ മച്ചമാരെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രാഫിക് മച്ചാൻ. എന്തുകൊണ്ട് മച്ചമാരെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അങ്ങനെ കൂലി കണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നന്നായിട്ട് വെയിറ്റ് ചെയ്തൊരു മൂവിയായിരുന്നു കൂലി എന്ന് പറഞ്ഞത്. രാവിലെ 6 മണിക്കാണ് നമുക്കിവിടെ ഷോ. അപ്പോൾ പോയി കണ്ട് വന്നിറങ്ങി. പിന്നെ ഫസ്റ്റ് ഹാഫിൻ്റെ റിവ്യൂ നമ്മൾ ഓൾറെഡി ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പം പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല പടം, അടിപൊളി പടം. എനിക്ക് പേഴ്സണലി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം മാസ് ഗൂസ് ബംസ് മൊമെൻറ്റ്സ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ BGM അനിരുദ്ധ് പൊളിച്ച്, അതുപോലെ തന്നെ ക്യാമറ മറ്റേ ഗിരീഷ് ഗംഗാധരൻ കിഡു, അൻപരിവ് ഒരു രക്ഷയില്ല. കാരണം അവരൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ സംഭവങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ. കാരണം ഓരോരുത്തർക്ക് കൊടുത്തിരിക്കുന്ന റോളാണെങ്കിലും അതുപോലെ തന്നെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ഫസ്റ്റ് ഹാഫിൽ കാണിക്കുന്ന പറഞ്ഞാൽ രജനീകാന്തിനെ കാണിക്കുന്നുണ്ട്, സൗബിനെ കാണിക്കുന്നുണ്ട്, പിന്നെ നാഗാർജുന, പിന്നെ ശ്രുതി ഹാസൻ, ഇത്രയും പേരാണ് ഫസ്റ്റ് ഹാഫിൽ കാണിക്കുക. സെക്കൻഡ് ഹാഫ് വരുമ്പോഴാണ് ഉപേന്ദ്ര, അതുപോലെ തന്നെ നമ്മുടെ അമീർ ഖാൻ പുള്ളിനെ കാണിക്കുന്നത്. പുള്ളി ഒരു ക്യാമിയോ റോളാണ്, ചെറിയ ഒരു ഇച്ചിരി ഉള്ള സംഭവം. അപ്പം ഇതിപ്പോൾ നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ മാത്രം ഇത് കാണുക. ഇത് സ്പോയിലറായിട്ടുള്ള ചിലപ്പോൾ റിവ്യൂ ആയിരിക്കും. ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ LCU ആണോ എന്നാണ് എല്ലാവരുടെയും ഡൗട്ട്. പക്ഷേ ഇത് LCU അല്ല സിനിമ. അപ്പം നേരത്തെ തമ്മിൽ ഞാൻ അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇത് LCU അല്ല. LCU റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളോ ഒന്നും സിനിമയിലില്ല, അങ്ങനെ തന്നെ പറയാം. പിന്നെ ഇതെന്ന് പറയുന്നത് വേറൊരു സംഭവം, വേറൊരു കഥ, അങ്ങനെ തന്നെ പറയണം. പക്ഷെ അത് എടുത്തിരിക്കുന്ന മേക്കിങ്, അതുപോലെ തന്നെ ഓരോ സീൻസും എന്ത് രസമാണ് കാണാനായിട്ട്. നമ്മൾ ഇരുന്ന് പോകും, കാണാൻ അമ്മാതിരി ഉണ്ട് അതിനകത്ത്, ഇരുന്ന് പോകും. അതുപോലെ തന്നെ തുടക്കം രജനീകാന്തിൻ്റെ ഇൻട്രൊഡക്ഷൻ ഒന്നും പറയാനില്ല കേട്ടോ. കാണിക്കുന്ന ആ ഒരു സ്പെഷ്യൽസ് ആണ് അവിടെയാണ്. അതിനകത്താണ് തുടക്കം, ആ പാട്ട് കാര്യങ്ങളെല്ലാം കാണിക്കുന്നതും. പിന്നെ അതുപോലെ തന്നെ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ശ്രുതി ഹാസൻ. അത് ആദ്യം കാണിക്കുന്നത് സൗബിൻ എന്തുവാടാ ചെയ്തു വെച്ചിരിക്കുന്നത്. പുള്ളി ലോകേഷ് പറഞ്ഞ പോലെ തന്നെ ഈ സിനിമയിൽ സൗബിനെ കാണാൻ മാത്രം ഉണ്ട് കേട്ടോ. പുള്ളി ചെയ്തിരിക്കുന്ന റോളും പിന്നെ എടുത്തിരിക്കുന്ന എഫേർട്സും എല്ലാം ഇതിനകത്ത് കാണാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരാളാണ് നാഗാർജുന. മോനെ ഒരു രക്ഷയില്ല കേട്ടോ. വില്ലൻ റോള് നല്ല വൃത്തിക്ക് പുള്ളി കരിച്ചിട്ടുണ്ട്, അടിപൊളി. ആ ഒന്നും പറയില്ല. ഫൈറ്റ് ആണെങ്കിലും എന്താണെങ്കിലും അതുപോലെ തന്നെ ഇരുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നിയ ഒരു പേഴ്സണൽ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ എന്താ പറയുക, ലോകേഷിൻ്റെ മറ്റ് സിനിമകളെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ എനിക്കതോ അത്രക്കും ഒരിതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഇപ്പം ക്യാമിയോ റോളിൽ വന്ന അമീർ ഖാൻ പോലും തന്നെ എന്തോ എനിക്ക് സത്യം പറഞ്ഞാൽ തോന്നി, എന്തിനാണ് ഇങ്ങനെ കൊണ്ടുവന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് സത്യം പറഞ്ഞത്. കാരണം സംഭവമൊക്കെ കൊള്ളാം, പക്ഷേ അങ്ങനെ വരേണ്ട ഒരു ആവശ്യം സത്യം പറഞ്ഞാൽ ആ സിനിമയ്ക്കകത്ത് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനെ ഒരു റോൾ ഇല്ല സത്യം പറഞ്ഞാൽ. ഉപേന്ദ്രയ്ക്ക് പിന്നെയും കുഴപ്പമില്ല, പക്ഷേ അമീർ ഖാൻ എന്തോ ആ റോൾ എന്താണ് സംഭവം. നമ്മൾ വിക്രത്തിനകത്ത് ലാസ്റ്റ് ക്ലൈമാക്സിനകത്ത് സൂര്യനെ കൊണ്ടുവരുന്നൊരു സീനുണ്ട്. അതെന്ന് പറഞ്ഞാൽ എന്ത് സാധനമാണത്. നമ്മൾ തന്നെ അവിടെ ഇരുന്നു ആ ഒരു സെറ്റ് സാധനം. പക്ഷെ അതുപോലെയാണ് അവന്മാർ ഇതിനകത്ത് കൊണ്ടുവന്നതെങ്കിലും പക്ഷെ എനിക്കെന്തോ അത്ര ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയില്ല. അതേ ഉള്ളൂ കേട്ടോ എനിക്ക് സംഭവം. അല്ലാതെ വേറെ പടം മോശമാണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. പടം നല്ല കിടുക്കാച്ച് പടമാണ്, നമുക്ക് പോയി ഇരുന്ന് അറുമാദിക്കാം. അത് നമ്മൾ ലോക്കൽ തിയേറ്ററിൽ കയറിയിരുന്ന് കാണണം. അപ്പോൾ എന്തായാലും ഗൈസ്, എനിക്ക് അത്രയൊക്കെയാണ് പടത്തിനെ കുറിച്ച് പറയാനുള്ളത്. കൂടുതലും ഞാൻ സ്പോയിലർ ആക്കുന്നില്ല. നിങ്ങൾ പോയി പടം കാണുക. ഇതിൻ്റെ കഥ എന്താണെന്നും കാര്യങ്ങളോ ഒന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ പോയി പടം കാണുക. നിങ്ങൾ കണ്ടവരാണെങ്കിൽ അതിൻ്റെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഓൾറെഡി കമൻറ്റിൽ പറയുക. അതുപോലെ തന്നെ കാണാൻ പോകുന്നവരാണെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോവുക, അത്രേ ഉള്ളൂ. അപ്പം പടം എന്തായാലും എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. ഇത്രയൊക്കെ സംഭവമാണ്. സൗബിൻ്റെയൊക്കെ അഴിഞ്ഞാട്ടമൊക്കെ ഉണ്ട് ഇതിനകത്ത്. പിന്നെ അതുപോലെ രജനീകാന്ത് അതൊക്കെ കിടുക്കാച്ചായിട്ട് കേട്ടോ. പിന്നെ എടുത്തു പറയേണ്ട ഒരാളുണ്ടായിരുന്നു, അതും കൂടെ പറയാം, ബാബുരാജ്. ഈ സിനിമയിൽ അധികം വലിയ ഇതൊന്നും ഇല്ല, ഒരു ചെറിയൊരു റോളാണ് പുള്ളിക്കുള്ളത്. ബാബുരാജ് ഉണ്ട് കേട്ടോ. അപ്പം ഇത്രയൊക്കെ ഉള്ളടേ. അപ്പം നിങ്ങളെന്തായാലും പോയി പടം കാണും. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, എനിക്ക് ഉറപ്പാണ്. ഇഷ്ടപ്പെടാതിരിക്കത്തൊന്നുമില്ല, നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പം നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്തൊരു സിനിമയുടെ റിവ്യൂ ആയിട്ട് വരുന്നവരെ ബൈ.